തിരുവനന്തപുരത്ത് അല്പം മുമ്പ് നമ്മൾ കണ്ട പ്രതിഷേധം വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിക്കെതിരെ BJP പ്രവർത്തകർ നടത്തിയ പ്രതിഷേധം, അതിൻ്റെ കൂടുതൽ ദൃശ്യങ്ങൾ. ആ പ്രതിഷേധിച്ച ABVP BJP പ്രവർത്തകരെ കൈകാര്യം ചെയ്യാൻ SFI, DYFI, CPM ഗുണ്ടകൾ രംഗത്ത് എത്തി എന്നുള്ളതാണ്. കൂടുതൽ ദൃശ്യങ്ങൾ വന്നിട്ടുണ്ട്. BJP മുൻ ജില്ലാ അധ്യക്ഷൻ അഡ്വക്കേറ്റ് VV രാജേഷ് ചേരുന്നു. VV രാജേഷ്, എന്താണ് തിരുവനന്തപുരത്ത് തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ സംഭവിച്ചത്? അല്ല, മന്ത്രി വിദ്യാഭ്യാസ മന്ത്രി ശ്രീ ശിവൻകുട്ടി കഴിഞ്ഞ ദിവസം നടത്തിയ വിവരക്കേടിൽ അടങ്ങിയ നടപടികൾ അതിൽ പ്രതിഷേധിച്ചുകൊണ്ട് യുവമോർച്ചയും ABVPയും കേരളത്തിൽ അദ്ദേഹത്തിനെതിരെ ശക്തമായ പ്രതിഷേധം സംഘടിപ്പിച്ചിരിക്കുകയാണ്. ഇപ്പോൾ അദ്ദേഹം ഇന്ന് തിരുവനന്തപുരത്ത് എത്തിയപ്പോഴേക്കും ABVP പ്രവർത്തകർ കരികൊടി കാണിച്ചു. ആ സമയത്ത് തിരുവനന്തപുരത്ത് SFI, DYFI ക്രിമിനലുകൾ, ബോൺ ക്രിമിനലുകൾ, പോലീസ് ഇതാ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ക്രിമിനലുകൾ ഇറങ്ങി പ്രതിഷേധിച്ചവരെ മർദ്ദിക്കുകയാണ്. ഇത് മന്ത്രിയുടെ അറിവോടുകൂടിയാണ്. മന്ത്രി ട്രെയിനിൽ കോഴിക്കോട് നിന്ന് തിരിച്ചപ്പോൾ തന്നെ തിരുവനന്തപുരത്ത് അദ്ദേഹം, ഇപ്പോൾ ഈ വിഷ്വൽസിലൊക്കെ നമുക്ക് കണ്ടറിയാമല്ലോ, തിരുവനന്തപുരത്തെ അറിയപ്പെടുന്ന കുപ്രസിദ്ധ ഗുണ്ടകളെ മന്ത്രി തന്നെ നേരിട്ട് വിളിച്ചിറക്കി ABVP പ്രവർത്തകരെ മർദ്ദിക്കുവാനുള്ള ഒത്താശ ചെയ്തിരിക്കുകയാണ്. ഇദ്ദേഹം ഒരുപാട് സമരങ്ങൾ നടത്തി വന്ന ആളല്ലേ ശിവൻകുട്ടി. ഒരു സമരത്തോട് അദ്ദേഹം ഇത്ര എന്തിനാ അസഹിഷ്ണുതയും ഭയവും കാട്ടുന്നത്? ശക്തമായ തിരിച്ചടി ഉണ്ടാകും. ഈ അക്രമികളെ ഇന്ന് രാത്രി തന്നെ പോലീസ് അറസ്റ്റ് ചെയ്തില്ലെങ്കിൽ ശക്തമായ തിരിച്ചടി ഉണ്ടായി. ഇന്ന് കോഴിക്കോടും ഇന്ന് രാവിലെ ഇതുപോലെയുള്ള സമാനമായ സംഭവങ്ങൾ നടന്നിരുന്നു. തീർച്ചയായിട്ടും CPM-ഉം അതുപോലെ തന്നെ സംസ്ഥാന സർക്കാരും വരാൻ പോകുന്ന 2 തെരഞ്ഞെടുപ്പുകൾ മുന്നിൽ കണ്ടുകൊണ്ട് ദേശവിരുദ്ധ ശക്തികളുടെ വോട്ട് സമാഹരിക്കുവാൻ വേണ്ടി ദേശീയ സംഘടനകളുടെ, വിദ്യാർത്ഥി പരിഷത്തിന്റെയും അതുപോലെ തന്നെ യുവമോർച്ചയുടെയും BJPയുടെ ഒക്കെ പ്രവർത്തകരെ പോലീസ് ഉൾപ്പെടെ ചേർന്നുകൊണ്ട് തല്ലിച്ചതയ്ക്കുകയാണ് ചെയ്യുന്നത്. ശക്തമായ പ്രതിഷേധം ഉണ്ടാവും, ശക്തമായ തിരിച്ചടി ഉണ്ടാവും ഇതിന്. അഡ്വക്കേറ്റ് VV രാജേഷ്, എത്ര പ്രവർത്തകർക്ക്, ABVP പ്രവർത്തകർക്ക് പരിക്കേറ്റിട്ടുണ്ട്? പോലീസ് നോക്കുകുത്തിയായി നിൽക്കുകയായിരുന്നു. SFI ഗുണ്ടകൾ ഇറങ്ങി മർദ്ദിക്കുന്നതിന് പോലീസ് സാക്ഷ്യം വഹിക്കുകയായിരുന്നു. പോലീസിന്റെ ഇടപെടൽ ഉണ്ടായിട്ടില്ല എന്നാണ്. അല്ല, അത് ഇന്ന് തന്നെയാണല്ലോ. ഇന്ന് കോഴിക്കോട് അവിടെ ജില്ലാ പ്രസിഡന്റ് പ്രകാശ് ബാബു പറഞ്ഞല്ലോ. അതായത് അവിടെ പാർട്ടി പ്രവർത്തകർ ആ ഭാഗത്തുണ്ടായിരുന്നു. ശിവൻകുട്ടി അതുവഴി പോവുകയായിരുന്നു. അപ്പോൾ പ്രതിഷേധം സംഘടിപ്പിക്കുമെന്ന് പറഞ്ഞിരുന്നു. അവർ കിച്ചൺ കോണിലാണ് പരിപാടി തീരുമാനിച്ചിരുന്നത്. എന്നാൽ ABVP പ്രവർത്തകരെ കണ്ട ഉടൻ തന്നെ CPM-കാർ, SFI-കാർ മർദ്ദിക്കാൻ ഇറങ്ങി. പോലീസ് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതാ ഇവിടെ തന്നെ ഇപ്പം കൊടും ക്രിമിനൽ വാറണ്ടുകൾ വന്നു കിടക്കുന്ന ക്രിമിനലുകളാണ് ഈ ABVPയുടെ സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെ മർദ്ദിക്കുന്നത്. ഞാൻ മനസ്സിലാക്കുന്നത് 3 പ്രവർത്തകരെ ആശുപത്രിയിലേക്ക് മാറ്റിയെന്നാണ്. മറ്റുള്ളവരുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പോലീസ് നോക്കിയിരിക്കുകയില്ലേ, SI-യും CI-യും ഞാൻ മനസ്സിലാക്കുന്നത്. അവർക്ക് ഈ ക്രിമിനലുകൾ അവിടെ നേരത്തെ വന്ന് നിൽക്കുമ്പോഴേക്കും പോലീസിന് ഇൻഫർമേഷൻ ഉണ്ടാവുന്നതാണല്ലോ. അവരെന്തുകൊണ്ട് ഈ ക്രിമിനലുകളെ അറസ്റ്റ് ചെയ്തില്ല, മാറ്റിയില്ല? ഒരു 5-10 വരുന്ന ABVP പ്രവർത്തകരാണ് അവിടെ പ്രതിഷേധിക്കാൻ വന്നത്. സ്വാഭാവികമായിട്ട് മന്ത്രിയൊക്കെ ആകുമ്പോഴേക്കും ഈ നാട്ടിലെ സൗകര്യങ്ങളൊക്കെ അനുഭവിച്ച് നികുതി കൊടുക്കുന്ന പണം ഉപയോഗിച്ചുള്ള സൗകര്യമൊക്കെ അനുസരിച്ച് നടക്കുന്ന മന്ത്രിയൊക്കെ ആകുമ്പോഴേക്കും പ്രതിഷേധമൊക്കെ ഉണ്ടാവുക സ്വാഭാവികം തന്നെയാണ്. അതിനെ ആ മനോഭാവത്തോടെ നേരിടുന്നതിന് പകരം രാത്രി 10 മണിക്കും 12 മണിക്കും കൊടും ക്രിമിനലുകളെ വിളിച്ചിറക്കി പ്രതിഷേധക്കാരെ തല്ലിച്ചയക്കുന്ന വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി ഉൾപ്പെടെയുള്ളവർ ഇത്രയും ഭീരുക്കളായി പോയല്ലോ. തിരുവനന്തപുരത്ത് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിക്കെതിരെ കരിങ്കൊടി പ്രതിഷേധം നടത്തിയ ABVP പ്രവർത്തകരെ SFI ഗുണ്ടകൾ തല്ലിച്ചതച്ചു. അതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. SFIയുടെ പ്രഖ്യാപിത ഗുണ്ടകൾ അഴിഞ്ഞാടുകയായിരുന്നു. വളരെ കുറച്ച് ABVP പ്രവർത്തകർ മാത്രമാണ് തിരുവനന്തപുരം തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ ഉണ്ടായിരുന്നത്. വിദ്യാഭ്യാസ മന്ത്രിയെ കരിങ്കൊടി കാണിക്കാൻ. സന്ദീപിലേക്ക് പോകുന്നു. ABVP നേതാവ് സന്ദീപ് ചേരുന്നു. സന്ദീപ്, എത്ര പേരുണ്ടായിരുന്നു വിദ്യാഭ്യാസ മന്ത്രിക്ക് എതിരെ പ്രതിഷേധിക്കാൻ? എന്താണ് തിരുവനന്തപുരം തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ സംഭവിച്ചത്? നമസ്കാരം. നിലവിൽ നമ്മുടെ 7 പ്രവർത്തകർ അവിടെ വിദ്യാഭ്യാസ മന്ത്രിയെ കരിങ്കൊടി കാണിക്കാനായിട്ട് നിൽക്കുകയായിരുന്നു. അതേ സമയത്ത് തന്നെയാണ് അവിടുത്തെ പോലീസ് തന്നെയാണ് SFI-കാർക്ക് ABVP-കാരാണെന്ന മാനദണ്ഡത്തിൽ കാണിച്ചു കൊടുക്കുന്നത്. ABVP പ്രവർത്തകരെ പോലീസിന്റെ ഒത്താശയോട് കൂടിയിട്ടാണ് അവിടെ വെച്ചിട്ട് ABVP-യുടെ സംസ്ഥാന സെക്രട്ടറി അടക്കമുള്ളവരെ ആക്രമിച്ചത്. SFI-യുടെ ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആൾക്കാരുടെ നേതൃത്വത്തിലായിരുന്നു ഇത്തരത്തിലുള്ള അക്രമം നടന്നിട്ടുള്ളത്. പോലീസ് നോക്കി നിൽക്കുകയായിരുന്നു ഈ പ്രശ്നം നടക്കുന്ന സമയത്ത്. യാതൊരു തലത്തിലും പോലീസ് ഇടപെടലോ ഒന്നും ഉണ്ടായിട്ടില്ല.
സന്ദീപ്, അത് വ്യക്തമാണ്, ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. കാരണം പോലീസിന്റെ സാന്നിധ്യത്തിലാണല്ലോ ആ പ്രവർത്തകന്റെ നെഞ്ചിലേക്ക് ചവിട്ടിയത്. ABVP പ്രവർത്തകൻ വീണ് കിടക്കുകയായിരുന്നു. അവിടെ വന്നു പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ മനഃപൂർവ്വം ശ്രമിക്കുകയാണ് SFI പ്രവർത്തകർ. അതായത് SFI ഗുണ്ടകളുടെ അഴിഞ്ഞാട്ടം പോലീസ് ഒത്താശയോടെ അല്ലേ? അതല്ലേ സംഭവിച്ചത്? തീർച്ചയായിട്ടും പോലീസ് ഒത്താശയോട് കൂടി തന്നെയാണ് നടന്നിട്ടുള്ളത്. കാര്യം പോലീസ് തന്നെയാണ് കാണിച്ചു കൊടുക്കുന്നത്. അവിടെ നിൽക്കുന്ന SFIക്കാർക്ക് അത് ABVP കാരാണെന്ന് പറഞ്ഞ് കാണിച്ചു കൊടുക്കുന്നത് പോലീസുകാരാണ്. അവിടുത്തെ SI, തമ്പാനൂർ SI ഉൾപ്പെടെയുള്ള ആൾക്കാരാണ് ഈ പ്രശ്നത്തിന് കാരണക്കാരായിട്ട് അവിടെ നിന്ന് കാണിച്ചു കൊടുക്കുന്നത്. അത്തരത്തിൽ പോലീസ് SFIക്ക് കൂട്ടുനിന്നുകൊണ്ട് SFIയുടെ പണി പോലീസാണ് ഏറ്റെടുത്തുകൊണ്ട് അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പോലീസ് നിയമം പാലിക്കേണ്ട ആൾക്കാർ അവിടെ SFIക്കാർക്ക് വേണ്ടിയിട്ട് അവർക്ക് ഒത്താശ ചെയ്യുന്ന ഒരു കാഴ്ചയാണ് നിങ്ങളിപ്പോൾ തമ്പാനൂർ വെച്ചിട്ട് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സന്ദീപ്, ആ നെഞ്ചിൽ ചവിട്ടേറ്റ പ്രവർത്തകൻ ആരാണ്? ഇവരെ ആശുപത്രിയിലേക്ക് മാറ്റിയോ? ഇപ്പോഴെങ്ങനെയുണ്ട്? അവരുടെ ആരോഗ്യസ്ഥിതി എങ്ങനെയുണ്ട്? ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുക. നെഞ്ചിൽ ചവിട്ടുകൊള്ളുന്നത് നമ്മുടെ ആകാശ് എന്ന് പറയുന്ന പ്രവർത്തകനാണ് നെഞ്ചിൽ ചവിട്ടുകൊള്ളുന്നത്. തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ വിദ്യാഭ്യാസ മന്ത്രിക്കെതിരെ കരിങ്കൊടി കാണിക്കാൻ നിന്ന ABVP പ്രവർത്തകരെ ക്രൂരമായി മർദ്ദിച്ചിരിക്കുന്നു SFI ഗുണ്ടകൾ. ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ABVP സംസ്ഥാന സെക്രട്ടറി ഈശ്വരപ്രസാദ് ഉൾപ്പെടെയുള്ളവർ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ ഉണ്ടായിരുന്നു. അവരെയാണ് അതിക്രൂരമായ SFI പ്രവർത്തകർ മർദ്ദിച്ചത്. പോലീസിന്റെ ഒത്താശയോടെയാണ് മർദ്ദനം എന്ന് ABVP നേതാവ് സന്ദീപ് പറയുന്നു. പോലീസ് നോക്കി നിൽക്കുകയായിരുന്നു. ABVP പ്രവർത്തകരെ വളഞ്ഞിട്ട് തല്ലി. വിദ്യാഭ്യാസ മന്ത്രിയുടെ അറിവോടെയായിരുന്നു മർദ്ദനമെന്ന്, സംഘം ചേർന്നുള്ള മർദ്ദനമെന്ന് നേരത്തെ BJP നേതാവ് അഡ്വക്കേറ്റ് VV രാജേഷും വ്യക്തമാക്കിയിരുന്നു. മർദ്ദനമേറ്റ ABVP പ്രവർത്തകരെ ആശുപത്രിയിലേക്ക് മാറ്റി. പോലീസിന്റെ ഒത്താശയോടെ, പോലീസിന്റെ സാന്നിധ്യത്തിൽ SFI ഗുണ്ടകൾ അഴിഞ്ഞാടുകയായിരുന്നു. തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങിയ വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടിയെ കരിങ്കൊടി കാണിക്കാൻ നിന്ന 7 ABVP പ്രവർത്തകരെ ശാരീരികമായി കൈകാര്യം ചെയ്യാനാണ് ഇത്രയും SFI ഗുണ്ടകൾ തടിച്ചുകൂടിയത്. പോലീസ് നോക്കി നിൽക്കുന്നു. പോലീസ് ഇവരെ പിടിച്ചു മാറ്റാനുള്ള ശ്രമം പോലും നടത്തുന്നില്ല. അതിക്രൂരമായാണ് ഒരു പ്രവർത്തകൻ്റെ, ABVP പ്രവർത്തകൻ്റെ നെഞ്ചിലേക്ക് ചവിട്ടി വീഴ്ത്തിയത്. സന്ദീപ്, ഈ മർദ്ദനത്തിന് നേതൃത്വം നൽകിയ SFI പ്രവർത്തകർ ആരൊക്കെയാണ്? അവരെ കണ്ടാൽ അറിയാമോ? നന്ദന്റെ നേതൃത്വത്തിലാണ് ഈ സംഭവം നടന്നിട്ടുള്ളത്. ആരുടെ നേതൃത്വത്തിൽ? SFIയുടെ ജില്ലാ സെക്രട്ടറി നന്ദന്റെ നേതൃത്വത്തിലാണ് ഈ സംഘർഷം നടന്നിട്ടുള്ളത്. അപ്പോൾ നേരത്തെ തന്നെ ഇവർ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ ഉണ്ടായിരുന്നോ? തീർച്ചയായിട്ടും നേരത്തെ തന്നെ അവർ തമ്പാനൂർ എല്ലാവരും കൂടി ഒരുമിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ SFIയുടെ സംസ്ഥാന പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആൾക്കാർ ഇത് പറഞ്ഞിട്ട് തടിയും വടിയുമായിട്ട് അവിടെ കൂടി നിൽക്കുന്ന കാഴ്ച നമ്മൾ നേരത്തെ കണ്ടതാണ്. അതിനുശേഷമാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത്. കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ പോലീസ് തന്നെയാണ് ഈ പ്രശ്നത്തിന് ഒത്താശ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ CITUവിന്റെ പ്രവർത്തകരുണ്ടായിരുന്നു, CPMന്റെ പ്രവർത്തകർ, CPMന്റെ ഏരിയ സെക്രട്ടറി ഉൾപ്പെടെ, വഞ്ചിയൂർ ഏരിയ സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആൾക്കാർ ഇവിടെ സംഭടിച്ച് നിൽപ്പുണ്ടായിരുന്നു. അതായത് മനഃപൂർവ്വം ഒരു പ്രശ്നം ഉണ്ടാകുക, ABVPയുടെ പ്രതിഷേധത്തെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം സംഘടിച്ചെത്തിയവരാണ് ഈ പ്രശ്നത്തിന് നേതൃത്വം നൽകിയിട്ടുള്ളത്. തിരുവനന്തപുരത്ത് വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടിയെ കരിങ്കൊടി കാണിക്കാൻ നിന്ന ABVP പ്രവർത്തകരെയാണ് അതിക്രൂരമായി SFIയുടെ ഗുണ്ടകൾ മർദ്ദിച്ചത്. പോലീസിൻ്റെ ഒത്താശയോടെ ദൃശ്യങ്ങൾ പ്രേക്ഷകർ കാണുന്നുണ്ട്. അതിൽ നിന്ന് വ്യക്തമാണ് SFI പ്രവർത്തകരുടെ അതിക്രമം, SFI പ്രവർത്തകരുടെ വിളയാട്ടം. അതിന് പോലീസ് എല്ലാ ഒത്താശയും ചെയ്തു കൊടുക്കുന്നു. നേരത്തെ സന്ദീപ് പറഞ്ഞതുപോലെ പോലീസ് തന്നെ ചൂണ്ടിക്കാണിച്ചു കൊടുക്കുകയായിരുന്നു ABVP പ്രവർത്തകർ ആരാണ് എന്ന്. തലസ്ഥാനത്ത് CPMൻ്റെയും SFIയുടെയും DYFIയുടെയും അഴിഞ്ഞാട്ടം. ഇന്ന് രാവിലെ കോഴിക്കോടും സമാനമായിട്ടുള്ള രീതിയിൽ
വിദ്യാഭ്യാസ മന്ത്രിക്കെതിരെ പ്രതിഷേധം നടത്തിയ BJP പ്രവർത്തകരെ SFI ഗുണ്ടകൾ കൈകാര്യം ചെയ്തിരുന്നു. BJPയുടെ ശക്തമായ ഇടപെടലിനെ തുടർന്ന് അക്രമം അഴിച്ചുവിട്ട SFIക്കാരെ കസ്റ്റഡിയിലെടുത്തെങ്കിലും പിന്നീട് വിട്ടയക്കുകയായിരുന്നു എന്ന് അല്പം മുമ്പാണ് ഞങ്ങളുടെ പ്രതിനിധി അനഘ റിപ്പോർട്ട് ചെയ്തത്. ഇവിടെ SFI പ്രവർത്തകരെ പിടിച്ചു മാറ്റാൻ പോലും പോലീസ് തയ്യാറാകുന്നില്ല. ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. പോലീസിൻ്റെ സംരക്ഷണയിൽ SFI ഗുണ്ടകൾ ABVP പ്രവർത്തകരെ അതിക്രൂരമായി മർദ്ദിക്കുന്ന കാഴ്ച, ഒരു പ്രവർത്തകൻ്റെ നെഞ്ചത്ത് ചവിട്ടുന്ന ദൃശ്യമാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടത്. ആ പ്രവർത്തകൻ നിലത്ത് വീഴുന്നു. അവിടെയും SFI ഗുണ്ടകൾ കടന്നു ചെല്ലുന്നു, കൈകാര്യം ചെയ്യുന്നു. CPM, DYFI, SFI അഴിഞ്ഞാട്ടത്തിനാണ് ഇപ്പോൾ തലസ്ഥാനത്തെ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷൻ സാക്ഷ്യം വഹിച്ചത്. പ്രതിഷേധവുമായി മുന്നോട്ട് പോകുമെന്ന് ABVP വ്യക്തമാക്കിയിട്ടുണ്ട്. BJP നേതൃത്വവും വ്യക്തമാക്കിയിട്ടുണ്ട്. CPM, DYFI, SFI ഗുണ്ടകൾക്ക് പോലീസ് ഒത്താശ ചെയ്തു കൊടുക്കുന്നു. വിദ്യാഭ്യാസ മന്ത്രി തന്നെയാണ് SFI ഗുണ്ടകളെ റെയിൽവേ സ്റ്റേഷനിലേക്ക് വിളിച്ച് വരുത്തിയത് എന്നുള്ളതാണ്. CPM, DYFI, SFI ഗുണ്ടകൾ, ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ഇത്രയും ആളുകളാണ് ABVPയുടെ 7 പ്രവർത്തകരെ ശാരീരികമായി കൈകാര്യം ചെയ്തത്, ശാരീരികമായി നേരിട്ടത്. ഒരു പ്രവർത്തകൻ്റെ നെഞ്ചത്ത് ചവിട്ടി വീഴ്ത്തുകയായിരുന്നു. വിദ്യാഭ്യാസ മന്ത്രിക്കെതിരെയുള്ള പ്രതിഷേധം സ്വാഭാവികമാണ്. ജനാധിപത്യപരമായി പ്രതിഷേധിച്ച ABVP പ്രവർത്തകരെയാണ് അതിക്രൂരമായി മർദ്ദിച്ചത്. ഒരു പ്രവർത്തകൻ്റെ നെഞ്ചത്ത് ചവിട്ടി വീഴ്ത്തി. പോലീസ് നോക്കി നിൽക്കുകയായിരുന്നു. പോലീസിൻ്റെ അനുഗ്രഹാശിസുകളോടെയായിരുന്നു SFI ഗുണ്ടകളുടെ അഴിഞ്ഞാട്ടം. ഈ ദൃശ്യങ്ങളിൽ കാണുന്നവരാണ്, അതായത് ABVP പ്രവർത്തകരെ അതിക്രൂരമായി മർദ്ദിച്ച ശേഷം പിരിഞ്ഞു പോകുന്ന SFI ഗുണ്ടകൾ, ഈ ദൃശ്യങ്ങളിൽ കാണുന്നവരാണ് അക്രമം അഴിച്ചുവിട്ടത്. അഖിലിലേക്ക് പോവുകയാണ്. അഖിൽ, അല്പം മുമ്പാണ് വിദ്യാഭ്യാസ മന്ത്രി V. ശിവൻകുട്ടി കോഴിക്കോട് നിന്ന് തിരുവനന്തപുരത്ത് എത്തിയത്. സ്വാഭാവികമായി കരിങ്കൊടിയുമായി ABVP പ്രവർത്തകർ അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ അവിടെ പോലീസിൻ്റെ എല്ലാ ഒത്താശയോടെയും അവിടെ എത്തിയ SFI ഗുണ്ടകൾ, അതിൽ CATUകാരുണ്ട് എന്നും പറയുന്നു. SFI CATU ഗുണ്ടകൾ ആണ് ABVP പ്രവർത്തകരെ വളരെ ക്രൂരമായി തല്ലി ചതച്ചത്, ചവിട്ടി വീഴ്ത്തിയത്. അഖിൽ, ABVP പ്രവർത്തകരുടെ അവസ്ഥ ഇപ്പോൾ എന്താണ്? അവരെ ആശുപത്രിയിലാണോ? എങ്ങനെയുണ്ട് അവരുടെ ആരോഗ്യനില? എന്താണ് വിശദാംശങ്ങൾ അഖിൽ? തിരുവനന്തപുരത്ത് തമ്പാനൂരിലെ റെയിൽവേ സ്റ്റേഷന് മുമ്പിലാണ് നിൽക്കുന്നത്. ഇവിടെ നമ്മൾ ദൃശ്യങ്ങൾ പരിശോധിച്ചാൽ അറിയാം, വലിയ പോലീസ് സന്നാഹം ഇപ്പോൾ ഈ തിരുവനന്തപുരത്ത് റെയിൽവേ സ്റ്റേഷന് മുമ്പിലുണ്ട്. അത് മന്ത്രി 10:30 ഈ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ വലിയ പോലീസ് സന്നാഹം ഇവിടെ നിലയുറപ്പിച്ചിരുന്നതാണ്. അവിടേക്കാണ് വലിയ DYFIയുടെയും SFIയുടെയും CPMന്റെയും പ്രവർത്തകർക്കൊപ്പം അവിടേക്ക് മന്ത്രി എത്തുന്നത്. മന്ത്രി പുറത്തേക്ക് വരുമ്പോഴാണ് ABVPയുടെ സംസ്ഥാന സെക്രട്ടറി U. ഈശ്വരപ്രസാദ് അടക്കമുള്ളവർ ആ മന്ത്രിയെ കരിങ്കൊടി കാട്ടുന്നത്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതാണ്, രാവിലെ കോഴിക്കോട്ട് ABVPയുടെ ദേശീയ നിർവാഹക സമിതി അംഗം അമലും അതുപോലെ തന്നെ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി ആയിരുന്ന യദു കൃഷ്ണ അടക്കമുള്ള പ്രവർത്തകർ അവിടെ കരിങ്കൊടി കാട്ടുന്നുണ്ടായിരുന്നു. അവിടെയും SFIയുടെ പ്രവർത്തകർ അദ്ദേഹം മന്ത്രിയെ കരിങ്കൊടി കാട്ടിയ ABVP പ്രവർത്തകരെ ആക്രമിക്കുന്ന സ്ഥിതിവിശേഷമാണ്.